ഹലോ, ഗ്രീൻ ഡയറീസിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫ്രോസൺ പീസ് കൊണ്ടുള്ള പീസ് കറിയാണ്. ഇതിലേക്കായി ഒരു അരക്കപ്പ് ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കഷ്ണത്തോളം പനീർ, ഒരു 2 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും, 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി പേസ്റ്റാക്കിയതും, 2 ചെറിയ തക്കാളി, 2 ചെറിയ ഉള്ളി രണ്ടും ചെറുതായി അരിഞ്ഞു വെച്ചതും, ഒരല്പം മല്ലിച്ചപ്പും. ഇത്രയുമേ വേണ്ടൂ. ഇനി ഇതിലേക്കായി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരല്പം ജീരകം, ആ ജീരകം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് ഒരു ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റുക. അധികമായി പോകരുത്. ഈ സമയത്ത് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒരു ബ്രൗൺ നിറമായതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ചതച്ചതല്ല, നന്നായി അരഞ്ഞത് തന്നെ വേണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട്, വാങ്ങാം. ഒരു ചെറിയ അളവിലായതുകൊണ്ട് അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് ഞങ്ങൾ അരച്ചത് തന്നെയാണ്, ചെറിയ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തത് തന്നെയാണ്. അതുകൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരല്പം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കാരണം അത് അടിക്ക് ഇങ്ങനെ ഡ്രൈ ആയി പോകരുത്. ഒരല്പം വെള്ളം ചേർത്ത് ഇനി അതിലേക്ക് മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ പച്ച മല്ലിപ്പൊടി. അത് ഒരല്പം കുറവായിരുന്നു ഇവിടെ, അതുകൊണ്ട് അത്രേ ഇട്ടുള്ളൂ. 2 ടീസ്പൂണോളം വേണം. ഇതിൽ അല്പം വെള്ളം ഒഴിച്ച് അതും ഒന്ന് നന്നായി വഴറ്റുക. ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിം ഉപയോഗിക്കാം, കാരണം ഒക്കെ വെന്ത് കഴിഞ്ഞതാണല്ലോ, ചെറിയ തീ വേണമെന്നില്ല. ഇത് വറ്റി വരുമ്പോൾ തീ നന്നായി കുറച്ചാൽ മതി. എന്നിട്ടിങ്ങനെ ചുറ്റും കൂമ്പാരമാക്കി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരുന്ന പാകമാവണം. ആ പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് പിന്നീട് ഒരു മുറിച്ച് വെച്ച തക്കാളിയും ഒരല്പം ഉപ്പും, ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ഒരു പ്രാവശ്യം ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ടിടണം. അത് ഒന്ന് ഇളക്കി വെന്തുടഞ്ഞു കഴിഞ്ഞാൽ, തക്കാളി വെന്തുടഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഫ്രോസൺ പീസ് അതും ചേർത്തിളക്കി അത് മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ച് ഒരു വിസിലാണ് കൊടുക്കേണ്ടത്. ഫ്രോസൺ പീസാണല്ലോ, മുങ്ങാൻ മാത്രമേ വെള്ളം ഒഴിക്കേണ്ടൂ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചപ്പാത്തി, പൂരി, പിന്നെ പൊറോട്ട എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. എരിവ് കുറച്ചാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. പിന്നീട് അതിൻ്റെ ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കറക്റ്റാണെങ്കിൽ ഒരു വിസിൽ, കുക്കറിൽ ഒരു വിസിൽ കൊടുക്കുക. വിസിൽ കൊടുത്ത് അത് തണിഞ്ഞതിന് വേണ്ടി സ്റ്റീം പോയതിന് ശേഷം എന്തായാലും വെന്തിട്ടുണ്ടാവും, കാരണം ഇത് ഗ്രീൻ പീസ് ആണല്ലോ ഫ്രോസൺ. പിന്നെ അതിലേക്ക് ഈ പനീർ ഇട്ട് തിളപ്പിച്ച് വറ്റിക്കുകയാണ് വേണ്ടത്. ഇത് പീസ് കൂടുതലുണ്ടെങ്കിൽ പനീർ ഇത്ര വേണമെന്നില്ല. മാത്രമല്ല, പനീറിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാം. പക്ഷേ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ആണ് എടുക്കുന്നതെങ്കിൽ അത് ഈ പീസിൻ്റെ കൂടെ വിസിൽ ചെയ്യുമ്പോൾ തന്നെ ചെറുതായി മുറിച്ച് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം. അങ്ങനെ കറി തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് അല്പം മല്ലിച്ചപ്പ് കൂടി ചേർത്തു. ഇനിയുള്ളത് ഈ പൂരി ചുട്ടിടുന്ന പാത്രം ഇതിലാണ് ഇടുന്നത്. ഇതൊരു 60 വർഷം എങ്കിലും പഴക്കമുള്ള മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് പാത്രം. എൻ്റെ അച്ഛനും അമ്മയും അവിടെയായിരുന്നു, അവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് അന്ന്. അതങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഒരു നല്ല നമ്മുടെ ഒരു പണ്ടത്തെ കാലം ഓർമ്മിക്കുന്ന ഒരു സമയത്തൊക്കെ ഞാനിതെടുത്ത് അതിലേക്കാണ് ഇട്ട് വയ്ക്കാറ്. അപ്പോൾ ഈ സമയത്തൊന്ന് കാണിച്ചു. ഈ കറി 3 പേർക്ക് ധാരാളമായി കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.